സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മാർക്കറ്റിങ്ങിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് അഥവാ CRM എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ രണ്ട് ടേം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് കസ്റ്റമർ അല്ലേ, ഉപഭോക്താവ്. അടുത്തത് റിലേഷൻഷിപ്പ്, ബന്ധം അല്ലേ, ഉപഭോക്താവുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയും. ഉപഭോക്താവുമായിട്ട് ആരോഗ്യപരമായ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനും പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ CRM അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ഒരു എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്താണ് CRM എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഓർ CRM ഇൻ മാർക്കറ്റിംഗ് ഈസ് ദ യൂസ് ഓഫ് strategies and technologies to manage customer interactions and data. അപ്പോൾ ഇത് കുറച്ച് സ്ട്രാറ്റജീസാണ്. എന്താണ് സ്ട്രാറ്റജി? എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ CRM എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ്? ടു മാനേജ് കസ്റ്റമർ ഇൻറ്ററാക്ഷൻ ആൻഡ് ഡാറ്റ. ടു മാനേജ്, സ്ട്രാറ്റജി മാത്രമല്ല ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ ടെക്നോളജി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ടു മാനേജ് കസ്റ്റമർ ഇൻറ്ററാക്ഷൻസ് ആൻഡ് ഡാറ്റ. നമ്മളിപ്പോൾ ഒരു ബിസിനസ് എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് കസ്റ്റമേഴ്സ് വരും അല്ലേ. അപ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ സൂക്ഷിക്കുന്നതും പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടി ആ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ, അതായത് അവരെ വീണ്ടും ഈ സ്ഥാപനത്തിലേക്ക് തന്നെ വരുത്താനായിട്ട് ഈ ഡാറ്റ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതായത് ഈ കസ്റ്റമറുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ്, അവരുമായിട്ടുള്ള ഇടപെടലുകൾ, അതുപോലെ അവരുടെ ഡാറ്റ, ഇത് രണ്ടും ചില സ്ട്രാറ്റജികളും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CRM അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉപഭോക്താക്കളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസും അവരെക്കുറിച്ചുള്ള വിവരങ്ങളും മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CRM അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ CRMൻ്റെ ലക്ഷ്യം? The goal is to improve customer relationships which can lead to increased sales and customer loyalty. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇംപ്രൂവ് കസ്റ്റമർ റിലേഷൻഷിപ്സ് അല്ലേ, കസ്റ്റമറുമായിട്ടുള്ളൊരു നല്ല ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കസ്റ്റമറുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അത് എന്തിലേക്ക് നയിക്കുകയുള്ളൂ? ഇൻക്രീസ്ഡ് സെയിൽസ്, കൂടുതൽ സെയിൽസിലേക്കും, അതുപോലെ വിശ്വസ്തരായ, അതായത് ഈ ഒരു സ്ഥാപനത്തോട് കൂറു പുലർത്തുന്ന കസ്റ്റമേഴ്സിനെ വാർത്തെടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് CRM എന്ന് നമ്മൾ മനസ്സിലാക്കി. CRMൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി. എന്താണ് CRMൻ്റെ ഗോൾ? ടു ഇംപ്രൂവ് റിലേഷൻഷിപ്പ് അല്ലേ. ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്? കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. എന്തിനാണ് ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ഒരു ലോയൽ കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് CRM ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ CRM മാർക്കറ്റിങ്ങിൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്? നമ്മുടെ സബ്ജക്റ്റ് മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഈ CRM എങ്ങനെയാണ് മാർക്കറ്റിങ്ങിന് സഹായമായിരിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. കസ്റ്റമർ ഡേറ്റ മാനേജ്മെൻറ്റ്. ഈ കസ്റ്റമർ ഡേറ്റ മാനേജ്മെൻറ്റിന് CRM വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. CRM സിസ്റ്റം കളക്ട്സ് ആൻഡ് സ്റ്റോർ കസ്റ്റമർ ഡേറ്റ ഇൻക്ലൂഡിംഗ് കോൺടാക്ട് ഡീറ്റെയിൽസ്, purchase history, preferences and interactions, helping businesses personalize marketing efforts. ഇപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ പേര് ചോദിക്കും അല്ലേ. അതുപോലെ നമ്മുടെ ഇമെയിൽ ID, അതുപോലെ ഫോൺ നമ്പർ, ഇതുപോലുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് ചോദിച്ച് വാങ്ങിക്കും. നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ഈ ഡീറ്റെയിൽസ് ഇവർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത്
നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓഫറുകൾ തരാനും അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഓഫറുകളും അതുപോലെ മറ്റ് പ്രൊമോഷൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡേറ്റ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ CRM എന്ന് പറയുന്നത്, ഈ CRM എന്താ ചെയ്യുന്നത്, ഈ ഡേറ്റയുടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു എക്സൽ ഷീറ്റിലൊക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, പേര്, ഫോൺ നമ്പർ, അതുപോലെ ഇമെയിൽ ID, അതുപോലെ എന്തൊക്കെയാണ് പ്രിഫറൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊരു എക്സൽ ഷീറ്റ് എന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതിനു വേണ്ടിയുള്ള പ്രത്യേക ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡേറ്റ മാനേജ് ചെയ്യാൻ CRMന് സാധിക്കുന്നു. അപ്പോൾ CRM എന്താ ചെയ്യുന്നത്, കളക്ട് ആൻഡ് സ്റ്റോർ കസ്റ്റമർ ഡേറ്റ കളക്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും CRM സഹായിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഡേറ്റയിൽ ഉൾപ്പെടുന്നത്? കോൺടാക്ട് ഡീറ്റെയിൽസ്, പർച്ചേസ് ഹിസ്റ്ററി, പ്രിഫറൻസസ് ആൻഡ് ഇൻട്രാക്ഷൻസ്, ഹെൽപ്പിംഗ് ബിസിനസ്സസ്, പേഴ്സണലൈസ് മാർക്കറ്റിംഗ് എഫേർട്സ്. ഇതാണ് CRMൻ്റെ ഈ വിധത്തിലാണ് CRM മാർക്കറ്റിങ്ങിന് സഹായിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഡക്റ്റ്സ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ CRM ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്നും അവർക്ക് ആവശ്യമായ ഓഫറുകൾ കൊടുക്കാനും സാധിക്കും. അങ്ങനെയാണ് CRM മാർക്കറ്റിങ്ങിന് ഹെൽപ്ഫുള്ളായി തീരുന്നത്. ഇനി രണ്ടാമത്തേത് സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്. എന്താണ്? CRM tools helps segment customers based on behavior, demographies and preferences, allowing for more targeted marketing campaigns. ഇതാണ് സെഗ്മെൻറ്റേഷൻ്റെ ലക്ഷ്യം. എന്താണ്? ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. അതായത് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാണ്, ഓരോ സെഗ്മെൻറ്റുകളായിട്ട് തിരിക്കുകയാണ്. അതായത് എൻ്റെ ഒരു പ്രിഫറൻസ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ്, അല്ലേ? ഒരു കാര്യത്തെപ്പറ്റി ആളുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിഫറൻസസ് ആയിരിക്കും. ഓരോരുത്തരുടെയും മുൻഗണനകൾ ഡിഫറെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ എല്ലാം നന്നായിട്ട് അനലൈസ് ചെയ്ത് ഓരോ കസ്റ്റമറുടെയും താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സമാന സ്വഭാവമുള്ള കസ്റ്റമേഴ്സിനെ എല്ലാം എന്ത് ചെയ്യുന്നു, ഒരു സെഗ്മെൻ്റായിട്ട് കണക്കാക്കുന്നു. എന്നിട്ട് അങ്ങനെ സമാന സ്വഭാവമുള്ള കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് പ്രത്യേകം മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ കൊടുക്കാനായിട്ട് ഈ CRMലൂടെ സാധിക്കുന്നു. അതായത് ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹം തോന്നുമെങ്കിലും അതെനിക്ക് ഒരിക്കലും ഇപ്പോൾ വാങ്ങിക്കാൻ സാധിക്കില്ല, അല്ലേ? അപ്പം ഞാൻ ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ല. അപ്പോൾ അതിന് പറ്റുന്ന ആ പ്രോഡക്റ്റ് വിറ്റുപോകാൻ സഹായിക്കുന്നത് ആരിലേക്കാണോ, അല്ലെങ്കിൽ ആർക്കാണോ അത് വാങ്ങിക്കാൻ കഴിയുന്നത് അവരിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കാൻ, ടാർഗറ്റ് ചെയ്ത് എത്തിക്കാൻ ഈ CRMലൂടെ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. അതാണ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. നമ്മളിപ്പോൾ അത് കണ്ട ഒരു പോയിന്റിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്, അല്ലേ? ഇപ്പോൾ എനിക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഈ മാർക്കറ്റിങ്ങിന് എന്ത് ചെയ്യണം, വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. Businesses can tailor offers, recommendations and communication based on customer data, increasing engagement and conversion rates. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ SMS വരാറുണ്ട് ഈ വലിയ റെസ്റ്റോറൻറ്റ് ചെയിനുകളിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഓഫർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ചില മെസ്സേജുകളൊക്കെ SMS വരാറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓഫറുകൾ വരാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഓഫർ എന്നൊക്കെ പറഞ്ഞ്. അതെങ്ങനെയാണ് നമുക്ക് വേണ്ടി മാത്രം ഒരു ഓഫർ അവർ ടൈലർ ചെയ്തെടുക്കുന്നത്? അതായത് ഇതുവരെ നമുക്ക് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അനലൈസ് ചെയ്ത് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്, ഏത് സമയത്താണ് കൂടുതലായിട്ടും വാങ്ങിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യും. സാധാരണഗതിയിൽ ഒരു മന്തിൻ്റെ ഫസ്റ്റ് വീക്കിലായിരിക്കും പർച്ചേസ് കൂടുതലായിട്ട് വരുന്നത്, അല്ലേ? കാരണം ആളുകൾക്ക് ശമ്പളമൊക്കെ കിട്ടുന്നത് ആദ്യ ആഴ്ചയിലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ CRM അനലൈസ് ചെയ്ത് നമുക്ക് എന്താണോ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് അത് അവർ മാർക്കറ്റ് ചെയ്യും. നമ്മളെ അപ്പീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കി അത് ഈ ഡേറ്റ അനലൈസ് ചെയ്തിട്ടാണ് അവരത് മനസ്സിലാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് മാത്രം അവരെന്ത് ചെയ്യും, നമുക്ക് ഓഫർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് നടത്താനും CRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അടുത്തതാണ് ലീഡ് മാനേജ്മെൻറ്റ്. CRM helps track potential customers, nurture them with relevant content and convert them into ലോയൽ കസ്റ്റമേഴ്സ്. അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അതായത് ഇപ്പോൾ നിലവിൽ അവർ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല, പക്ഷേ കസ്റ്റമർ ആകാൻ സാധ്യതയുണ്ട്, അതിലുള്ള ലീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾ ഈ വണ്ടി ഒക്കെ നോക്കാൻ പോകുമ്പോൾ, കാറോ അല്ലെങ്കിൽ ബൈക്കോ ഒക്കെ നോക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു കടയിൽ പോയി ഒരു കാർ അങ്ങ് വാങ്ങിക്കുകയല്ല, നിങ്ങൾ എന്ത് ചെയ്യും, പല ഷോറൂമുകൾ നിങ്ങൾ കയറി ഇറങ്ങും അല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണ്, നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന പ്രോഡക്റ്റ് ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു കാർ വാങ്ങിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോ തവണ ഒരു ഷോറൂമിൽ പോകുമ്പോഴും അവർ നിങ്ങളെ കാണുന്നത് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്. അതായത് ഇപ്പം നിങ്ങൾ കസ്റ്റമർ അല്ല, പക്ഷേ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ആളാണ് എന്നവർ മനസ്സിലാക്കി അവരെന്ത് ചെയ്യും, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കും. അവർക്കറിയാം നിങ്ങളിപ്പോൾ കാർ വാങ്ങിക്കില്ല എന്നറിയാം, പക്ഷേ അവർ കാറ് വാങ്ങിച്ചേക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. എന്ത് ചെയ്യും, അവർ നമ്മുടെ ഫോൺ നമ്പറോ ഇമെയിലോ ഒക്കെ വാങ്ങിച്ചിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ചില ഓഫറുകളൊക്കെ വരുമ്പോൾ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഭാവിയിൽ അവർ നമ്മളൊരു കസ്റ്റമറായി തീരുമെന്നുള്ള പ്രതീക്ഷയിൽ, ഒരു ലോയൽ കസ്റ്റമറായി തീരുമെന്ന പ്രതീക്ഷയിൽ ആ പൊട്ടൻഷ്യൽ കസ്റ്റമറിനെ ലോയൽ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, CRM സഹായിക്കുന്നു. ലീഡ് മാനേജ്മെൻറ്റിലൂടെ CRM സഹായിക്കുന്നു. അതായത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ റിയൽ കസ്റ്റമേഴ്സായി അല്ലെങ്കിൽ ലോയൽ കസ്റ്റമേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത CRM തുറന്നു തരുന്നു. ഇതാണ് CRMൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓട്ടോമേഷൻ ആൻഡ് ക്യാമ്പയിൻ മാനേജ്മെൻറ്റ്. Many CRM platforms offer marketing automation features such as email campaigns, social media scheduling and follow-up reminders. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ചില സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ മെസ്സേജുകൾ വരാറുണ്ടെന്ന്. ഇങ്ങനെ ഓരോരുത്തർക്കും അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരിക്കലുമല്ല. അതൊക്കെ ഓട്ടോമേറ്റഡ് ആണ് അല്ലേ. നമ്മുടെ ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഈ സിസ്റ്റം തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിനൊരു പ്രോംപ്റ്റ് അവർ കൊടുക്കും, പക്ഷേ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവർക്കും മെസ്സേജുകൾ അയക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ മെസ്സേജ് പുഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുന്നതല്ല. അപ്പോൾ അങ്ങനൊരു ഓട്ടോമേഷൻ, അതായത് ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് പരമാവധി കുറച്ചുകൊണ്ട് കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്ത് അവർ ഓരോരുത്തർക്കും, എംപ്ലോയീസ് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഒരു സെയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതെല്ലാം എന്ത് ചെയ്യണം, ഓട്ടോമേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഓട്ടോമേഷൻ നടത്താനുള്ള ഒരു സാധ്യത CRM പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്യുന്നു, തരുന്നുണ്ട്. ഇപ്പോൾ ഇമെയിൽ ക്യാമ്പയിനുകൾ നടക്കാറുണ്ട്, അതുപോലെ തന്നെ ഫോളോ അപ്പ് മെസ്സേജസ്, റിമൈൻഡേഴ്സ്. ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില മെസ്സേജുകൾ, നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ഓഫർ വരുമ്പോൾ ആ ഓഫറിനെ കുറിച്ച് നമ്മൾ അറിയിക്കുക. ഇതൊക്കെ ചിലപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് സംഭവിക്കുന്നതായിരിക്കും. അവരുടെ സിസ്റ്റം തന്നെയായിരിക്കും ഈ മെസ്സേജുകൾ എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത, ഒരു അടിസ്ഥാനം ഈ CRM നൽകുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ്, ഓട്ടോമേഷൻ ആൻഡ് ക്യാമ്പയിൻ മാനേജ്മെൻറ്റ്. അടുത്തതാണ് കസ്റ്റമർ റിട്ടൻഷൻ ആൻഡ് ലോയൽറ്റി. കസ്റ്റമറിനെ നിലനിർത്തുന്നതിലും വിശ്വസ്തരായ കസ്റ്റമർ, അതായത് ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ വാർത്തെടുക്കുന്നതിലും CRMന് ഒരു പ്രസക്തിയുണ്ട്. എന്താണ്? CRM ഹെൽപ്സ് ബിസിനസ്സസ് ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്സ് ത്രൂ ലോയൽറ്റി പ്രോഗ്രാംസ്, പേഴ്സണലൈസ്ഡ് ഫോളോ അപ്സ് ആൻഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. CRM എന്ത് ചെയ്യുന്നു, ആളുകളുമായിട്ട് ഒരു നല്ല ബന്ധം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, അതിനുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പേഴ്സണലി ഫോളോ അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ. ഇനി ലോയൽറ്റി പ്രോഗ്രാംസ്, ഇപ്പോൾ ചിലപ്പം നമുക്കറിയാം, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആദ്യം വാങ്ങിച്ചു, നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത അതേ കമ്പനിയുടെ മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ചില ഓഫറുകളൊക്കെ കിട്ടും. അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ബോണസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരാറുണ്ട്. അതൊക്കെ എന്താണ്? ലോയൽറ്റി പ്രോഗ്രാംസ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു
പ്രോഡക്റ്റിനോട് നമ്മളൊരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു താല്പര്യം കാണിക്കുന്നത് കൊണ്ട് അവർ നമ്മളെ എന്തായിട്ട് കാണുന്നു, ആ കമ്പനിയുടെ ലോയലായിട്ടുള്ളൊരു കസ്റ്റമറായിട്ട് നമ്മളെ കണക്കാക്കുന്നു. അതുകൊണ്ട് അവർ നമുക്ക് ചില ഓഫറുകളും അതുപോലെ ചില പോയിൻറ്റ്സ് ഒക്കെ തരുന്നു. ഈ പോയിൻറ്റ്സ് നമുക്ക് പിന്നെ റെഡീം ചെയ്യാനും അങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടാനും ഒക്കെ സഹായിക്കുന്നു. അപ്പം ബേസിക്കലി ഇങ്ങനെയുള്ള ലോയൽറ്റി പ്രോഗ്രാംസും ഫോളോ അപ്സും ഇതൊക്കെ ടൈലർ ചെയ്യാനായിട്ട് ഈ CRM എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ലോയൽ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ അല്ലെ അവരെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ അത് CRMലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തതാണ് അനലിറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്സ്. CRM system provide detailed reports and analytics on customer behavior, campaign performance and sales trends, enabling data-driven decision making. നമുക്കറിയാം ഈ ഒരു വ്യാവസായിക ലോകത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു കുറച്ചൊരു ക്യാപിറ്റലിസ്റ്റ് നേച്ചറായിട്ടുള്ള ഒരു ലോകത്ത് ഒരുപാട് കമ്പനികളുണ്ട്, കോർപ്പറേറ്റുകളുണ്ട്. ഈ കോർപ്പറേറ്റുകൾക്കെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യം ഏതാണെന്നറിയാമോ? അത് ഡേറ്റയാണ്. ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഡേറ്റ അത് കൃത്യം അവർക്ക് കിട്ടിയാൽ മാത്രം പോരാ, ആ ഡേറ്റ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും അവർക്ക് സാധിക്കണം. അപ്പോൾ CRMലൂടെ ഡേറ്റ കളക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഒരു കസ്റ്റമറിനെ പറ്റി, കസ്റ്റമറിൻ്റെ സ്പെൻഡിങ് ബിഹേവിയറിനെ പറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ CRMലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ CRM അത് അനലൈസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയാമോ? അതായത് കസ്റ്റമറിൻ്റെ ബിഹേവിയർ എന്തൊക്കെയാണ്, ഒരു കമ്പനി ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ റിസൾട്ട് എന്താണ്, ആ ക്യാമ്പയിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്, അതുപോലെ സെയിൽസ് ട്രെൻഡ്സ് എന്താണ്, അതുപോലെ എനേബിളിംഗ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഡേറ്റ വേണം, അതിനാവശ്യമായ ഡേറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ CRMലൂടെ സാധിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ അനലിറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഉൾപ്പെടുന്ന ഇതാണ്. CRM എന്ന് പറയുന്നത് എന്താണ്, വലിയൊരു ഡേറ്റാബേസ് ആണ്. കസ്റ്റമേഴ്സിൻ്റെ ഒരു വലിയ ഡേറ്റ നമുക്ക് കിട്ടുന്നു. ഈ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടും. അതായത് ഈ കസ്റ്റമറിൻ്റെ ഇപ്പോഴത്തെ ബിഹേവിയർ എന്താണ്, കഴിഞ്ഞൊരു 2-3 വർഷത്തെ നമ്മൾ കസ്റ്റമർ ബിഹേവിയർ നമുക്ക് അനലൈസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുപോലെ നമ്മൾ എന്തെങ്കിലും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാമ്പയിൻ ശരിക്കും അത് സെയിൽസ് ആയിട്ട് മാറിയിട്ടുണ്ടോ, അത് പിന്നീട് വരുന്ന മാസങ്ങളുടെ സെയിൽസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് CRM അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോഴത്തെ സെയിൽസ് ട്രെൻഡ്സ് എന്താണ്, അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് ഡേറ്റ ആവശ്യമാണ്. അപ്പോൾ ആ ഡേറ്റ അനലൈസ് ചെയ്യാനുള്ളൊരു സാഹചര്യവും CRM എന്ത് ചെയ്യുന്നു, ഒരുക്കി തരുന്നു. അപ്പം ഇത്രയുമാണ് CRMൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. CRM എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് CRM അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മാർക്കറ്റിങ്ങിനെ സഹായിക്കുന്നത്? ആദ്യം എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ഡേറ്റ മാനേജ്മെൻറ്റ്. ഈ CRM ആണ് എന്ത് ചെയ്യുന്നത്, ഡേറ്റ മാനേജ്മെൻറ്റ് നടത്തുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, അവരുടെ പ്രിഫറൻസസ്, ഈ സ്ഥാപനവുമായിട്ട് ഇതുവരെ അവർ എത്ര തവണ ഇൻറ്ററാക്ട് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഡേറ്റ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. ഇനി സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്, ഓരോ കസ്റ്റമേഴ്സിനെയും അവർ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, CRM അനലൈസ് ചെയ്തിട്ട് സമാന സ്വഭാവമുള്ള ആളുകളെല്ലാം ഒരു സെഗ്മെൻ്റാക്കി മാറ്റി അവർക്ക് ആവശ്യമായിട്ട് എന്താണോ അവരെ അട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നു. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അപ്പീലിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള മാർക്കറ്റിംഗ് അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ലീഡ് മാനേജ്മെൻറ്റ്, അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സ് അല്ല, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്, പൊട്ടൻഷ്യലായിട്ടുള്ള കസ്റ്റമർ ആകാൻ സാധ്യതയുള്ളവരാണ്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ശരിക്കും ആ സ്ഥാപനത്തിൻ്റെ ലോയൽ കസ്റ്റമേഴ്സായിട്ട് മാറ്റാൻ CRMന് സഹായിക്കാൻ കഴിയും. ഇനി ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പല മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളൊക്കെ ഓട്ടോമേഷനിലൂടെ അത് അച്ചീവ് ചെയ്യാനായിട്ട്, ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ കസ്റ്റമർ റിട്ടൻഷൻ, കസ്റ്റമേഴ്സിനെ നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ലോയൽറ്റി പ്രോഗ്രാം പോലെയുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ, കമ്പനിയുടെ ഇപ്പോൾ തന്നെയുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ CRM എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ അടുത്തതാണ് അനലിറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്സ്. ഡേറ്റ നന്നായി അനലൈസ് ചെയ്ത് കസ്റ്റമറിൻ്റെ ബിഹേവിയർ എന്താണ്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്, സെയിൽസിൻ്റെ ട്രെൻഡ് എന്താണ്, അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഡേറ്റ നമുക്ക് ആവശ്യമാണ്. ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്തുകൊണ്ടും CRM മാർക്കറ്റിങ്ങിന് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു.
ഇനി അടുത്തതാണ് ഈ CRMൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് CRMൻ്റെ അഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ബെറ്റർ കസ്റ്റമർ സർവീസസ്. നമ്മൾ ആ ഫീച്ചേഴ്സ് നോക്കിയപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി ഈ ഫീച്ചേഴ്സ് എല്ലാം കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ് അല്ലേ. കസ്റ്റമേഴ്സിന് എന്തൊക്കെയോ ചില പ്രയോജനങ്ങളാണ് കിട്ടുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ഓഫർ ചെയ്യാനായിട്ട് CRMലൂടെ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിലൂടെ സാധിക്കുന്നു. അടുത്തത് ഇൻക്രീസ്ഡ് സെയിൽസ്. അത് സബ്സിക്വൻ്റ്ലി വരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. നല്ല കസ്റ്റമർ സർവീസും നല്ല ഫീഡ്ബാക്കും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സ്വാഭാവികമായും കസ്റ്റമേഴ്സ് ഈ ഒരു കമ്പനിയോട് കൂടുതൽ ഒരു വിധേയത്വം കാണിക്കും, കുറേ കൂടെ ലോയലായിരിക്കും. അത് ഗ്രാജ്വലി കൂടുതൽ സെയിൽസിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്തത് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. പലപ്പോഴും നമുക്ക് ആളുകൾ ചില സമയത്ത് ഈ ഫ്ലയേഴ്സൊക്കെ കൊണ്ടുതരും അല്ലേ, ഈ ലീഫ്ലെറ്റുകളൊക്കെ. നമ്മൾ എവിടെയെങ്കിലും എക്സിബിഷനൊക്കെ പോകുമ്പോൾ സാധാരണ എന്താ നമ്മൾ കാണുന്നത്, ഈ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ചുരുട്ടിയാൻ കളയും അല്ലേ, നമ്മളത് വായിക്കുക പോലും ഇല്ല ചിലപ്പം. എന്നാൽ ഇവിടെ CRM എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ആരിലേക്കാണ് എത്തേണ്ടത്, അവരെ ശരിക്കും അനലൈസ് ചെയ്ത് ആ റൈറ്റ് പീപ്പിളിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് CRMൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇംപ്രൂവ്ഡ് ടീം വർക്ക്. ഇപ്പോൾ ഒരു കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അല്ലേ. മാർക്കറ്റിംഗ് മാത്രമല്ല, പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. മാർക്കറ്റിംഗുകാർക്ക് മാത്രമല്ല ഈ ഡേറ്റ കൊണ്ട് ആവശ്യമുള്ളത്, ആ സ്ഥാപനത്തിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഈ ഡേറ്റ കൊണ്ട് എന്താ പ്രയോജനമുണ്ട്. അപ്പോൾ ഈ ഡേറ്റ ഷെയർ ചെയ്യുന്നതിലൂടെ ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ടീം വർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിലൂടെ കഴിയുന്നു. ഇനി സേവ്സ് ടൈം. നേരത്തെ നമ്മൾ കണ്ടു ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു സംഗതി CRMലുണ്ട് അല്ലേ. അപ്പോൾ ആളുകൾ സ്വന്തമായി വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിനെയും പോയി കണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രത്യേക ഓഫറുകളൊക്കെ തയ്യാറാക്കി അയക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ അതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുമ്പോഴോ അത് കൂടുതൽ സമയം ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തതാണ് സ്ട്രോങ്ങർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഈ കൂടുതൽ കസ്റ്റമേഴ്സിനെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ക്യാമ്പയിനുകളും അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ലോയൽറ്റി പ്രോഗ്രാമുകളും ഒക്കെ CRMൻ്റെ സഹായത്തോടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്തിലേക്കാണ് നയിക്കുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് കുറേയും കൂടെ ശക്തമാകാനായിട്ട് അത് സാധിക്കും. അത് സ്വാഭാവികമല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു കമ്പനി എനിക്ക് വേണ്ട കാര്യങ്ങൾ, ഞാൻ പൈസ കൊടുത്തിട്ട് അവരുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഫീഡ്ബാക്ക് നൽകുമ്പോൾ അതിനോട് കൃത്യമായി പ്രതികരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും നമുക്കൊരു മതിപ്പ് തോന്നും അല്ലേ. ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി അത് പെട്ടെന്ന് തന്നെ അവരത് പരിഹരിച്ചു തരുന്നു. അങ്ങനെയാകുമ്പോൾ ആ കമ്പനിയോട് നമുക്ക് എന്ത് തോന്നും, ഒരു ലോയൽറ്റി തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പും അത് കുറേയും കൂടെ ശക്തമാക്കാൻ ഈ CRMലൂടെ സാധിക്കുന്നു. അപ്പം ഇത്രയുമാണ് CRMൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് CRMൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് CRM ഇൻ മാർക്കറ്റിംഗ്? മാർക്കറ്റിങ്ങിൽ CRMൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, റെഡ്യൂസിങ് ബിസിനസ് കോസ്റ്റ്, ഇംപ്രൂവിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഇൻക്രീസിങ് വെബ്സൈറ്റ് ട്രാഫിക്, ഹയറിംഗ് മോർ എംപ്ലോയീസ്. വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് CRM? CRMൻ്റെ ഫുൾ ഫോം അത് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നാണ് അല്ലേ. ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇംപ്രൂവിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലേ. ബാക്കിയുള്ള ഓപ്ഷൻസ് ബിസിനസ് കോസ്റ്റ് കുറയ്ക്കാൻ ശരിക്കും CRMലൂടെ സാധിക്കും, പക്ഷേ മെയിൻ ഗോള് എന്തല്ല, ബിസിനസ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല. ഇനി അതുപോലെ വെബ്സൈറ്റ് ട്രാഫിക് കൂട്ടുക എന്നൊരു ലക്ഷ്യം CRMനില്ല. എംപ്ലോയീസിനെ കൂടുതലായിട്ട് ഹയർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യവും CRMനില്ല. ഇംപ്രൂവിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് CRMൻ്റെ മെയിൻ ഗോൾ. അതുവഴി നമുക്ക് ഓട്ടോമേഷൻ വഴിയൊക്കെ ബിസിനസ് കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും, പക്ഷേ അതൊരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഇംപ്രൂവിങ് കസ്റ്റമർ റിലേഷൻഷിപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് CRM ഹെൽപ്പ് ബിസിനസ്സസ്? ബിസിനസ്സുകളെ CRM എങ്ങനെയാണ് സഹായിക്കുന്നത്? ബൈ സ്റ്റോറിങ് കസ്റ്റമർ ഡേറ്റ, ബൈ എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ എംപ്ലോയീസ്,
by stopping customer interactions by reducing product prices. CRMിലൂടെ നമുക്ക് കസ്റ്റമറിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. കസ്റ്റമറിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡേറ്റ എടുക്കുക, അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് CRMൻ്റെ ലക്ഷ്യം. അപ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് CRM ചെയ്യുന്നുണ്ട്. അതുവഴി ബിസിനസ്സിന് അതൊരു ഹെൽപ്പ് തന്നെയാണ്. എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ ദ എംപ്ലോയീസും CRMുമായിട്ട് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലേ. CRM ഉള്ളതുകൊണ്ട് എംപ്ലോയീസിനെ ഒഴിവാക്കാൻ ശരിക്കും സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ബൈ സ്റ്റോപ്പിംഗ് കസ്റ്റമർ ഇൻട്രാക്ഷൻസ്, കസ്റ്റമറുമായിട്ടുള്ള ഉപഭോക്താക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ CRM സഹായിക്കുമോ? ഇല്ല, അങ്ങനെ ഒരു ഫീച്ചറേ ഇല്ല അല്ലേ. ഇനി ബൈ റെഡ്യൂസിങ് പ്രോഡക്റ്റുകൾ, നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ CRM സഹായിക്കുമോ? ഡയറക്റ്റ്ലി അങ്ങനെ നമുക്കൊരു ലിങ്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബൈ സ്റ്റോറിങ് കസ്റ്റമർ ഡേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ ആസ്പെക്ട് ഓഫ് CRM ഇൻ മാർക്കറ്റിംഗ്? മാർക്കറ്റിങ്ങിൽ CRMനെ സംബന്ധിച്ചിടത്തോളം അതൊരു കീ ആസ്പെക്റ്റ് അല്ലാതിരിക്കുന്നത് എപ്പോഴാണ്, എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കസ്റ്റമർ ഡേറ്റ മാനേജ്മെൻറ്റ്, റാൻഡമൈസ്ഡ് മാർക്കറ്റിംഗ്, സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്, ലീഡ് മാനേജ്മെൻറ്റ്. ഏതാണ് CRMൻ്റെ ഒരു കീ ആസ്പെക്ട്? മാർക്കറ്റിങ്ങിൽ CRMൻ്റെ ഒരു കീ ആസ്പെക്റ്റ് അല്ലാത്തത് എന്താണ്? കസ്റ്റമർ ഡേറ്റ മാനേജ്മെൻറ്റ്, അത് അതിൻ്റെ ഒരു ആസ്പെക്റ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് കസ്റ്റമർ ഡേറ്റ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. കസ്റ്റമറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുക, അത് മാനേജ് ചെയ്യുക, ഡേറ്റ മാനേജ് ചെയ്യുക എന്നുള്ളത് CRMൻ്റെ ഒരു കീ ആസ്പെക്റ്റാണ്. അപ്പം അതുകൊണ്ട് അതല്ല ആൻസർ. ഇനി റാൻഡമൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ഒരു ടാർഗറ്റ് ഇല്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ മാർക്കറ്റ് ചെയ്യുക, അത് CRMൻ്റെ ലക്ഷ്യമാണോ? CRMൻ്റെ ഒരു ഫീച്ചറാണോ? അല്ല അല്ലേ. അപ്പോൾ അതൊരു കീ ആസ്പെക്റ്റ് അല്ല. സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് CRMൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്, ഒരു കീ ആസ്പെക്റ്റ് തന്നെയാണ്. ലീഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും എന്താണ്? CRMൻ്റെ ഒരു കീ ആസ്പെക്റ്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ CRMൻ്റെ ഒരു കീ ആസ്പെക്റ്റ് അല്ലാത്തത് റാൻഡമൈസ്ഡ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, റാൻഡമൈസ്ഡ് മാർക്കറ്റിംഗ്. Question, CRM system helps businesses segment customers based on. CRM ഉപയോഗിക്കുന്നതിലൂടെ സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ് സാധ്യമാകുമെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഒരേ സ്വഭാവമുള്ള, സമാന സ്വഭാവമുള്ള കസ്റ്റമേഴ്സിനെ അവരെ ഒരു പ്രത്യേക സെഗ്മെൻ്റായിട്ട് തിരിക്കുകയും അവർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിങ്ങിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റേഷൻ നടത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ ബേസിലാണ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഏജ് ആൻഡ് ജെൻഡർ ഓൺലി അല്ലേ. ഏജും ജെൻഡറും മാത്രമാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഏജും ജെൻഡറും പരിഗണിച്ചാൽ ഓരോ വ്യക്തിയുടെയും പർച്ചേസ് ബിഹേവിയർ എന്താണെന്നോ മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്നോ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അത് പരിഗണിക്കാവുന്നൊരു കാര്യമാണ് ഏജും ജെൻഡറും. പക്ഷെ അത് മാത്രമല്ല, ഓപ്ഷൻ പറയുന്നത് ഏജ് ആൻഡ് ജെൻഡർ ഓൺലി എന്നാണ്. അപ്പോൾ അതല്ല. പർച്ചേസ് ബിഹേവിയർ, ഡെമോഗ്രാഫിക്സ് ആൻഡ് പ്രിഫറൻസസ്, അതാണ് അല്ലേ പർച്ചേസ് ബിഹേവിയർ. ഓരോ വ്യക്തികളുടെയും പർച്ചേസ് ബിഹേവിയർ, സ്പെൻഡ് അനാലിസിസ് ഒക്കെ പരിഗണിക്കാനായിട്ട് കഴിയും. അതുപോലെ വ്യക്തികളുടെ താല്പര്യങ്ങൾ, പ്രിഫറൻസസ്, മുൻഗണനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതുപോലെ റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ, ഓപ്ഷൻ സി അതാണ് റാൻഡം സെലക്ഷൻ. ഓരോരുത്തരെയും റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് അവരെ അങ്ങ് ഓരോ സെഗ്മെൻ്റാക്കി മാറ്റുന്നതാണോ? അതുമല്ല. ഇനി എംപ്ലോയി റെക്കമെൻഡേഷൻസ്, എംപ്ലോയീസ് റെക്കമെൻഡ് ചെയ്യുന്നു, അതാണോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്? അതുമല്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പർച്ചേസ് ബിഹേവിയർ, ഡെമോഗ്രാഫിക്സ് ആൻഡ് പ്രിഫറൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് CRM യൂസ് ടു പേഴ്സണലൈസ് മാർക്കറ്റിംഗ് എഫേർട്സ്? മാർക്കറ്റിംഗ് എഫേർട്സിനെ പേഴ്സണലൈസ് ചെയ്യാൻ, അതായത് ഓരോരുത്തർക്കും അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള, ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിലുള്ള മാർക്കറ്റിംഗ് നടത്താൻ CRM എന്താണ് ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലാണത് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻസ് റാൻഡം സെലക്ഷൻ, അതിന് പ്രത്യേകിച്ചൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. റാൻഡമായിട്ട് സെലക്ട് ചെയ്തു, കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അങ്ങ് ലോഞ്ച് ചെയ്യുന്നു. അവിടെ ഒരു പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല, റാൻഡമായിട്ട് സെലക്ട് ചെയ്യാണ്. ഇനി കസ്റ്റമർ ഡേറ്റ ആൻഡ് പ്രിഫറൻസസ്, കസ്റ്റമറിൻ്റെ ഡേറ്റയും അവരുടെ പ്രിഫറൻസസും അനലൈസ് ചെയ്യുന്നതിലൂടെ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് അത് മുന്നോട്ട് വെക്കാൻ കഴിയും.
ഇനി മാനുവൽ കസ്റ്റമർ കോൾസ്, ടെലിഫോണിക് കോൾസിലൂടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നേരിട്ട് അവരുമായിട്ടൊരു സമ്പർക്കത്തിൽ വന്നതിലൂടെ നമുക്ക് പേഴ്സണലൈസ് മാർക്കറ്റിംഗ് എഫേർട്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയും. ഇനി കോമ്പറ്റീറ്ററുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് എഫേർട്സ് ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ, കസ്റ്റമർ ഡേറ്റ ആൻഡ് പ്രിഫറൻസസ്. ഇതാണ് ശരിക്കും ഈ കസ്റ്റമറെക്കുറിച്ചുള്ള ഡേറ്റയും അവരുടെ മുൻഗണനകളും മനസ്സിലാക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, മാർക്കറ്റിംഗ് കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ്, വ്യക്തിപരമാക്കാൻ, ഓരോ ആളുകൾക്കും അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാർക്കറ്റിങ്ങിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കസ്റ്റമർ ഡേറ്റ ആൻഡ് പ്രിഫറൻസസ്.